എല്ലാവർക്കും നമസ്കാരം. ISR നിന്നും പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. 21/6/2025 നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത്. ISRയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. നമുക്ക് ഏതൊക്കെ പോസ്റ്റ് ഉണ്ട്, അതിന്റെ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. ധാരാളം പോസ്റ്റുകളുണ്ട്. നമുക്ക് ഓരോ പോസ്റ്റും അതിന്റെ ക്വാളിഫിക്കേഷൻ 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ പോസ്റ്റ് കോഡാണ് RS17 ആണ്. BE or BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാം, അല്ലെങ്കിൽ ME or MTech ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി. ഒന്നെങ്കിൽ BE or BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അതല്ലെങ്കിൽ ME or MTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത് RS18 ആണ്. MSc, ME, MTech ഇൻ ജിയോളജി അല്ലെങ്കിൽ അപ്ലൈഡ് ജിയോളജി അതും അല്ലെങ്കിൽ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി. അടുത്ത് RS119 ആണ്. MSc Tech, ME, MTech in Remote Sensing, GIS, Remote Sensing, GIS, Geoinformatics, BSc in Botany, Forestry, Agriculture, Geography, Ecology and Environment Science or Equivalent. പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി, അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് പോസ്റ്റേക്ക്. PS04 ഡോക്ടർ ഡിഗ്രി ഇൻ ജിയോളജി ഓർ എക്വലന്റ് വിത്ത് MSc, MTech ഓർ ജിയോളജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. PS05 ആണ് അടുത്ത പോസ്റ്റോട്. ഡോക്ടർ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. MTech ഇൻ ഫീൽഡ് ഓഫ് മെട്രോളജി ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ സയൻസ് ഉള്ളവർക്ക് ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത ഗ്രൂപ്പ് പ്രൊജക്ട് സയന്റിസ്റ്റ് B എന്ന് പറഞ്ഞ പോസ്റ്റാണ് അടുത്തത്. PSB02 ആണ്. മാസ്റ്റർ ഡിഗ്രി ഇൻ ഫീൽഡ് ഓഫ് ഫോറസ്ട്രി അല്ലെങ്കിൽ അഗ്രോ ഫോറസ്ട്രി, അഗ്രികൾച്ചർ സയൻസ്, എൻവയോൺമെന്റൽ സയൻസ്, റിമോട്ട് സെൻസിങ്. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത പ്രൊജക്ട് അസോസിയേറ്റ് ആണ്. PAI04 ആണ് പോസ്റ്റ് കോഡ്. BE or BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ ജിയോ ഇൻഫർമാറ്റിക്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്, അതല്ലെങ്കിൽ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. PAI05 ആണ് അടുത്ത പോസ്റ്റ് കോഡ്. മാസ്റ്റർ ഡിഗ്രി ഇൻ റിമോട്ട് സെൻസിങ്, ജിയോ ഇൻഫർമാറ്റിക്സ്, അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ ബാച്ചലർ ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ. പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ജൂനിയർ റിസർച്ച് ഫെലോ ആണ്. GRF 25 ആണ് പോസ്റ്റ് കോഡ്. മാസ്റ്റർ ഡിഗ്രി ഇൻ ഫിസിക്സ്, ഓഷ്യനോഗ്രാഫി, ഓഷ്യൻ സയൻസ്, മറൈൻ സയൻസ്, എർത്ത് സയൻസ്, ജിയോ ഫിസിക്സ്, അപ്ലൈഡ് ജിയോ ഫിസിക്സ് ഓർ ഇക്വലന്റ്. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി. GRF 26 ആണ് അടുത്ത്. മാസ്റ്റർ ഡിഗ്രി ഇൻ ഫിസിക്സ്, അതല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ സയൻസ്, അതല്ലെങ്കിൽ മെട്രോളജി, അതല്ലെങ്കിൽ എർത്ത് സയൻസ്, അതല്ലെങ്കിൽ ക്ലൈമറ്റ് സയൻസ്, അതല്ലെങ്കിൽ ജിയോ ഫിസിക്സ് ഓർ ഇക്വലന്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അത് GRF 27 ആണ് അടുത്ത പോസ്റ്റ്. മാസ്റ്റർ ഡിഗ്രി ഇൻ റിമോട്ട് സെൻസിങ്, അതല്ലെങ്കിൽ GIS, അതല്ലെങ്കിൽ ജിയോ ഇൻഫർമാറ്റിക്സ്, അതല്ലെങ്കിൽ സ്പേഷ്യൽ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ ഇക്വലന്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഇതിൽ ക്വാളിഫിക്കേഷൻ മതി. GRF 28 ആണ് അടുത്ത പോസ്റ്റ്. മാസ്റ്റർ ഡിഗ്രി ഇൻ ഫിസിക്സ്, അതല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ സയൻസ്, അതല്ലെങ്കിൽ മെട്രോളജി, അതല്ലെങ്കിൽ എർത്ത് സയൻസ്, അതല്ലെങ്കിൽ ക്ലൈമറ്റ് സയൻസ്, ജിയോ ഫിസിക്സ്, റിമോട്ട് സെൻസിങ് ഓർ ഇക്വലന്റ്. ഈ പറഞ്ഞിരിക്കുന്നതിലും ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ആ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാം. സോ നമുക്ക് ഇതിന്റെ ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ 1 by 1 ആയിട്ട് നോക്കാം. ഏജ് ലിമിറ്റ് 28 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. OBCക്ക് 31 വയസ്സ് വരെ, SC/ST കാൻഡിഡേറ്റ്സ് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PA1, PS1, PSB തുടങ്ങിയ പോസ്റ്റിലേക്ക് 35 വയസ്സിൽ അൺറിസർവ്ഡിനും, OBCക്ക് 38 വയസ്സ് വരെയും, SC/ST കാൻഡിഡേറ്റ്സ് 40 വയസ്സ് വരെയും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കുമ്പോൾ 250 രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷയുടെ അവസാന തീയതി 11/7/2025 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപേക്ഷയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ താങ്ക് യു.